أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. كلا إذا بلغت التراقي وقيل من راق وظن أنه الفراق والتفت الساق بالساق إلى ربك يومئذ المساق فلا صدق ولا صلى ولكن كذب وتولى ثم ذهب إلى أهله يتمطى. صدق الله العظيم. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ഖിയാമയുടെ 26 മുതൽ 33 കൂടി ആയത്തുകളാണ് ഓതി വെച്ചത്. അർത്ഥത്തിലേക്ക് വരാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കല്ലാ ഇദാ ബലഗത്തിത് തറാഖിയ വഖീല മൻ റാഖ്. കല്ല, വേണ്ട. ഇദാ ബലഗത്തി തറാഖിയ, ഇദാ ബലഗത്ത്, അത് അഥവാ റൂഹ് എത്തിയാൽ, അത്തറാഖിയ, തൊണ്ടൻകുഴിയിൽ. കല്ല, വേണ്ട. ഇദാ ബലഗത്തി തറാഖിയ, റൂഹ് തൊണ്ടൻകുഴിയിലെത്തിയാൽ. വഖീല, അപ്പോൾ പറയപ്പെടും അഥവാ ചോദിക്കും, മൻ റാഖ്, ഇനി ആരാണ് രക്ഷ? രക്ഷിക്കാൻ ആരുണ്ട്? രക്ഷിക്കാൻ ആരുണ്ട് എന്ന് ചോദിക്കപ്പെടുകയും ചെയ്യുമ്പോൾ, വളന്ന, അപ്പോൾ അവന് ബോധ്യപ്പെടും, അന്നഹുൽ ഫിറാഖ്, തീർച്ചയായും അവന് വിട പറയാൻ സമയമായിരിക്കുന്നുവെന്ന്. വിട പറയാൻ സമയമായിരിക്കുന്നുവെന്ന് അവന് ബോധ്യപ്പെടുകയും ചെയ്യുമ്പോൾ, വൽതഫത്തി സാഖ് ബിസാഖ്, കണങ്കാല് കണങ്കാലുമായി ചേർന്ന് നിൽക്കുന്ന സമയം, കണങ്കാല് കണങ്കാലുമിൽ ഉരസി നോക്കുന്ന സമയം. ഇലാ റബ്ബിക്ക, തൻ്റെ രക്ഷിതാവിങ്കലേക്കാണ് യൗമൈദിൻ, അന്നത്തെ ദിവസം, അൽ മസാഖ്, നയിക്കപ്പെടുന്നത്. ഇനി തൻ്റെ രക്ഷിതാവിങ്കലേക്കാണ് അവൻ നയിക്കപ്പെടുന്നത്. ഫലാ സ്വദ്ദഖ, അവൻ സത്യപ്പെടുത്തിയില്ല. വലാ സ്വല്ല, അവൻ നമസ്കരിച്ചുമില്ല. അള്ളാഹുവിൻ്റെ ദീനിനെ അവൻ വിശ്വസിച്ചില്ല. അതേപോലെ തന്നെ അവൻ നമസ്കാരം നിർവഹിച്ചതുമില്ല. വലാക്കിൻ കദ്ദബ, എന്നാൽ അവൻ കളവാക്കി അഥവാ ധിക്കരിച്ചു, നിഷേധിച്ചു. വതവല്ല, അവൻ പിന്തിരിഞ്ഞു കളയുകയും ചെയ്തു, നിഷേധിക്കുകയും പിന്തിരിക്കുകയും ചെയ്തു. സുമ്മ ദഹബ, പിന്നെ അവൻ പോയി, ഇലാ അഹ്ലിഹി, അവൻ്റെ വീട്ടുകാരുടെ അടുത്തേക്ക്. യതമത്വ, അഹങ്കാരത്തോടുകൂടി. പിന്നീട് അവൻ അഹങ്കാരത്തോടുകൂടി തൻ്റെ വീട്ടുകാരുടെ അടുത്തേക്ക് പോവുകയും ചെയ്തു. സൂറത്തുൽ ഖിയാമ 2 തരം മനുഷ്യരുടെ അവസ്ഥ ഇവിടെ പറഞ്ഞു വച്ചു. ഒന്ന്, പ്രസന്ന മുഖങ്ങൾ, അവർ അള്ളാഹുവിലേക്ക്, തൻ്റെ രക്ഷിതാവിനെ ആദ്യമായി കാണുന്ന ആ അവസ്ഥയിൽ അള്ളാഹുവിനെ നോക്കിക്കൊണ്ടേയിരിക്കുന്ന മുഖങ്ങൾ. മറ്റൊരു വിഭാഗം മുഖങ്ങൾ പേടിച്ചരണ്ട്, ഭയാനകമായ വിപത്തിനെ ആ മുഖത്ത് നിന്ന് വായിച്ചെടുക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ചുക്കിച്ചുളിഞ്ഞ മുഖങ്ങൾ. അത് രണ്ടും അവിടെ സംജാതമാകുന്ന അവസ്ഥ. എന്നിട്ട് അള്ളാഹു ഒന്നുകൂടി ഭൗതിക ശരീരത്തിൽ നിന്ന് റൂഹ് വിടവാങ്ങുന്ന അവസ്ഥ ഒന്നുകൂടി പറയാം. റൂഹ് തൊണ്ടൻകുഴിയിലെത്തി നിൽക്കുന്ന സമയം. തൊണ്ടൻകുഴിയിൽ റൂഹ് എത്തിക്കഴിഞ്ഞാൽ പിന്നീട് ഒരു മടക്കം അയാൾക്കില്ല. അപ്പോൾ ജീവൻ ഹൃദയത്തോട് വിട പറഞ്ഞ് അതിനെ പുറത്തേക്ക് കടക്കുന്ന വഴിയിൽ തൊണ്ടൻകുഴിയിൽ അങ്ങനെ നിൽക്കുന്ന ആ ഒരു ചെറിയ, ആ ഒരു ഇടവേള, ആ ഒരു സമയം, അതിനെപ്പറ്റിയാണ് കുറിക്കുന്നത്.
ആ സമയത്ത് മരിക്കുകയാണ് എന്ന് ബോധ്യപ്പെടുമ്പോൾ പലരും പല വിധത്തിൽ പെറുപെറുക്കാൻ തുടങ്ങും. അവിടെ കൂടിയിരിക്കുന്ന ആളുകൾ പറയും, മൻ റാഖ്, ആരാണ് ഇനി രക്ഷിക്കാനുള്ളത്? ഇവിടെ നിന്ന് ഭൗതികമായ അർത്ഥത്തിൽ രക്ഷപ്പെടുത്താൻ സാധ്യതകൾ ആരാണ് മരുന്ന് കൊടുക്കാനുള്ളത്? ഇനി എന്തെങ്കിലും മരുന്ന് ബാക്കിയുണ്ടോ? വല്ല മന്ത്രങ്ങളും വല്ല കാര്യങ്ങളും ഇനി ബാക്കിയുണ്ടോ എന്നൊക്കെ ചോദ്യം വരും. ഇനി മരുന്നിന് വേറെ ആരെങ്കിലും പോകണോ? ഏതെങ്കിലും ആശുപത്രിയിൽ എത്തിയാൽ രക്ഷപ്പെടുമോ? മൻ റാഖ്, ആരാണ് ഇനി രക്ഷിക്കാനുള്ളത്? അയാൾക്ക് തന്നെ ബോധ്യം വരും, ആരാണ് ഇനി രക്ഷിക്കാനുള്ളത്? ആരുമില്ല. വലന്ന അന്നഹുൽ ഫിറാഖ്, താൻ ഈ ഭൗതിക ലോകത്തോട്, ഭൂമിയോട് വിട പറയുകയാണ് എന്ന് അവന് കൃത്യമായ ബോധ്യം ഉണ്ടാകും. ദുനിയാവിനോടുള്ള പ്രേമം എത്ര ശക്തമാണെങ്കിലും തൻ്റെ ശാരീരിക ലക്ഷണങ്ങളിൽ നിന്ന് അവന് മനസ്സിലായി കഴിഞ്ഞു, ഞാൻ പോവാണ്, ഇനി എനിക്കിവിടെ ഒന്നും ചെയ്യാനില്ല. മാത്രമല്ല, വൽത്തഫത്തി സാഖ് ബിസാഖ്, കണങ്കാലിലിട്ട് ഉരതും. മരണത്തിൻ്റെ ആസന്ന മരണം ആ സന്ദർഭത്തിൽ, മരണം ആസന്നമായി നിൽക്കുന്ന സമയത്ത് ആള് കാല് മെലിക്കിട്ട് ഇങ്ങനെ ഉരതുന്നുണ്ടാവും. ആ മരണവേദന, സഞ്ചാരം എന്നൊക്കെ പറയുന്ന ആ ഒരവസ്ഥ, ആ സമയത്ത് കാലിലൊക്കെ ഇങ്ങനെ ചേർത്ത് നിൽക്കുന്ന അവസ്ഥ ഉണ്ടാവും. മാത്രമല്ല, മറ്റ് ചിലർ പറയുന്നത് മരിച്ചു കഴിഞ്ഞ ആളുകളെ സംബന്ധിച്ചിടത്തോളം 2 കാലുകൾ കൂട്ടിക്കെട്ടുന്നതിനെ പറ്റിയാണ് എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. കാലുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉരസുന്നതും, അത് മരിക്കുന്ന ആൾ ആ മരിക്കുന്ന അവസ്ഥയിലാണ്. അല്ല, മരിച്ചു കഴിഞ്ഞതിന് ശേഷമാണെങ്കിൽ ആ കണങ്കാലും തമ്മിൽ ചേർത്തുകൊണ്ട് പെരുവിരലുകളിൽ പരസ്പരം ചേർത്ത് കെട്ടുന്ന സന്ദർഭം എന്നും അതിനർത്ഥം പറഞ്ഞ ആൾക്കാരുണ്ട്. ഇലാ റബ്ബിക യൗമഇദിനിൽ മസാഖ്, തൻ്റെ രക്ഷിതാവിലേക്കാണ് അന്ന് നയിക്കപ്പെടുന്നത്. ഇനി അതിനിടയിൽ ആരുമില്ല, പടച്ചവൻ്റെ അടുത്തേക്ക് പോവാണ്. എന്നിട്ട് അള്ളാഹു ഒന്നുകൂടി അയാളുടെ അവസ്ഥ പറയണം. ഫലാ സ്വദ്ദഖ വലാ സ്വല്ല, അയാൾ ദീനിനെ സത്യപ്പെടുത്തിയില്ല, അതേപോലെ തന്നെ നമസ്കരിച്ചതുമില്ല. മറ്റുള്ള ആൾക്കാർ പള്ളിയിലേക്ക് പോകാൻ തന്നെ അയാൾ തിരിഞ്ഞു നടക്കും. അള്ളാഹുവിൻ്റെ ദീന് ഇത് ശരിയാണെന്ന് പറയുമ്പം അതിന് ഞാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിന്തിരിയും. ആ അവസ്ഥ ഉണ്ടാവും. അങ്ങനത്തെ നടത്തിയിരുന്ന ആളാണ്. അതേപോലെ തന്നെ അള്ളാഹുവിനെ കളവാക്കുകയും പിന്തിരിഞ്ഞ് കളയുകയും ചെയ്ത ദീനിൻ്റെ മുന്നോട്ടുള്ള പോക്കിന് സഹായകമായിട്ടുള്ള ഒന്നും ചെയ്യാൻ സാധ്യമല്ല എന്ന രൂപത്തിൽ പുറംകാല് കൊണ്ട് തട്ടി ഒഴിവാക്കുന്നത് പോലെ അയാൾ പിന്തിരിഞ്ഞ് ഓടുന്നുണ്ടാവും. എന്നിട്ട് ഇതൊക്കെ കഴിഞ്ഞ് സുമ്മദഹബ ഇലാ അഹ്ലിഹി യതമത്വ, അഹങ്കാരത്തോടുകൂടി സ്വന്തം വീട്ടിലേക്ക്, സ്വന്തം ആൾക്കാരുടെ ഇടയിലേക്ക് പോകും. ഈ പറഞ്ഞത് പൊതുവെയുള്ള സത്യനിഷേധികളെ പറ്റിയാണെന്നും അതല്ല അബൂജഹലിനെ പ്രത്യേകമായി ഉദ്ദേശിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും നമ്മൾ ആലോചിക്കേണ്ടത് ഈ ഒരവസ്ഥ നമുക്കാരും വരരുത്. അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് പടച്ച തമ്പുരാൻ സ്വർഗത്തിലാക്കണേ, നമ്മളുടെ അവസാനം സ്വർഗത്തിലാവണേ എന്ന വിചാരം, അതാവണം നമ്മളുടെ പ്രാർത്ഥന. അതിനു വേണ്ടിയാവണം എന്നുള്ള നിലനിൽപ്പ് സർവശക്തൻ അനുഗ്രഹിക്കട്ടെ. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.